മലപ്പുറം ചെമ്മാട് ഉള്ളിച്ചാക്കിന്റെ മറവിൽ സ്ഫോടക വസ്തു പിടികൂടിയ കേസിൽ 2 പേർ പിടിയിൽ. സജി എന്ന മുഹമ്മദ് സലീം, ഡ്രൈവർ അനിൽകുമാർ എന്നിവരാണ് പിടിയിലായത്. മറ്റു പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ചെമ്മാട് ഉള്ളി ലോറിയിൽ നിന്നും 87,900 ജലാറ്റിൻ സ്റ്റിക്കും അതുകൂടാതെ 10,500 ഡീറ്റനേറ്ററും പിടിച്ച കേസിൽ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സജി എന്നറിയപ്പെടുന്ന മുഹമ്മദ് സലീം, വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ അനിൽകുമാർ ആളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സജി എന്ന് പറയുന്ന മുഹമ്മദ് സലീമിന് സമാനമായിട്ടുള്ള 4ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വണ്ടൻമേട് ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലുള്ള കേസുകളിൽ അദ്ദേഹം അബ്സ്കോണ്ടിംഗ് ആയി നടക്കുന്ന ആളാണ്. കൂടാതെ സുൽത്താൻ ബത്തേരി, കൊണ്ടോട്ടി എന്നീ സ്റ്റേഷനിലും ആൾക്കെതിരെ കേസുകളുണ്ട്. മറ്റു പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമായിട്ട് നടത്തുന്നുണ്ട്. മുബഷീർ പി അക്ബറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മുബഷീർ, പ്രതികളെ എവിടെ നിന്നാണ് പിടികൂടിയത്? ഇനി എത്ര പേർ പിടിയിലാകാനുണ്ട്? ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെയാണ് നിലവിൽ തിരൂരങ്ങാടി പോലീസ് പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്ത് ചെമ്മാട് ഒരു മേഖലയിലേക്ക് ഒരു ലോറിയിൽ കൊണ്ടുവന്ന ഉള്ളിച്ചാക്കുകൾക്കിടയിൽ നിന്നായിരുന്നു വ്യാപക സ്ഫോടക ശേഖരം പിടികൂടിയിരുന്നത്. അതായത് ജില്ലയിലെ വിവിധ ക്വാറികളിൽ പാറ പൊട്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നായിട്ട് പോലീസ് മനസ്സിലാക്കിയിരുന്നത്. സംഭവത്തിൽ മലയാളികൾക്ക് തന്നെയായിരുന്നു ബന്ധമെന്നുള്ളതായിരുന്നു പോലീസ് കണ്ടെത്തിയിരുന്നത്. ഏറ്റവും ഒടുവിൽ തിരൂരങ്ങാടി പോലീസിന്റെ വിശദമായിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ 2 പേർ പിടിയിലായിരിക്കുന്നു. സജി എന്ന മുഹമ്മദ് സലീം, ഡ്രൈവറായിട്ടുള്ള അനിൽകുമാർ, കണ്ണൂർ സ്വദേശിയായിട്ടുള്ള 2 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. 2 പേരെയും കണ്ണൂരിൽ നിന്ന് തന്നെയാണ് തിരൂരങ്ങാടി പോലീസ് പിടികൂടിയിരിക്കുന്നത്. സജി എന്ന മുഹമ്മദ് സലീം വ്യാജ മേൽവിലാസം ഉണ്ടാക്കിയാണ് ഇത്തരം പ്രവർത്തികൾ നടത്തിയിരുന്നത് എന്നുള്ളതാണ് തിരൂരങ്ങാടി SHO വ്യക്തമാക്കുന്നത്. സജിക്ക് മറ്റു കേസുകളും ഉണ്ട് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രതികൾക്കായി പോലീസ് നിലവിൽ അന്വേഷണം നടത്തി വരികയാണ്. സംഭവത്തിൽ ഇനിയും പ്രതികൾ പിടികൂടാനുണ്ട് എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ ഒരു സ്ഫോടക വസ്തുക്കൾ, ഡിറ്റനേറ്റർ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പോലീസും മനസ്സിലാക്കുന്നത്. നേരത്തെ പാലക്കാടും സമാനമായ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ കടത്തിയതുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തമിഴ്നാട്ടിലെ സേലം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് വ്യാപകമായി ഇത്തരത്തിലുള്ള വസ്തുക്കൾ, വയറ് പോലെയുള്ള വസ്തുക്കൾ ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടുവന്ന് പാറ ഉൾപ്പെടെ പൊട്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ വിവിധ ക്വാറികൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഇനി പിടിയിലാകാനുള്ള പ്രതികൾക്ക് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണം തുടരുകയാണെന്നുള്ളതും തിരൂരങ്ങാടി പോലീസ് അറിയിക്കുന്നുണ്ട്. 2 പ്രതികളാണ് പിടിയിലായിട്ടുള്ളത്. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.